അല്ല നടന്ന് ഡീറ്റെയിൽ ആയി തന്നെ എഴുതിക്കോ. ആ വക്കീൽ രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കരുത്. ഈ നിരപരാധിയെ ചൂണ്ടിക്കാണിച്ച് പ്രതിയാക്കിയത് നീ അല്ലടാ റാസ്കൾ. നിരപരാധിയാണോ അല്ലയോ ഒന്ന് കോടതി തീരുമാനിക്കും. ഞാനൊരു വക്കീലാണ്. നീ ഏത് മൈസായിട്ടാണെങ്കിൽ എനിക്ക് എന്താ ആവോ. താങ്ക് യു. നീ എങ്ങട്ടാടാ? നീ പോ. എന്നാ പരിപാടിയാ സാറേ കാണിച്ചത്? എനിക്ക് കിട്ടിയതിന്റെ ഒരു പാതിയെങ്കിലും ലാണ്ട് അവന് കൊടുക്കണേ. കറക്റ്റ്. ഹാപ്പി? ഹാപ്പിയാ. ഒന്നുമില്ലെങ്കിൽ ഇനി മുതൽ എന്റെ സ്വഭാവം മാറ്റാ, അല്ലെങ്കിൽ രൂപം മാറ്റാ. നീ കാരണം ഇനി എന്റെ ഭാവി അളിയൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇടിച്ചു കൂമ്പ് കലക്കും ഞാൻ. ഇനി എന്നാ കലക്കാനാ? ആണ്ടെ നല്ല ഇടിയായിരുന്നു കേട്ടോ. സോറി. ഹലോ. അനുപമ. എന്നോട് ആകെ ദേഷ്യായല്ലേ? ഞാൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം. വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ കുറെ നുണകൾ പറഞ്ഞു. അതൊക്കെ ഒരിക്കലും കാണാത്ത ചന്ദ്രസേനെ ബാധിക്കൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നിങ്ങളുടെ മനസ്സ് വളരെ വലുതാ. അതാ എന്നെ അവരുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാനുള്ള സന്മനസ്സുണ്ടായത്. എന്നെ ഹരാസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നിങ്ങളോട് വെറുപ്പും ദേഷ്യമായിരുന്നു. ഇപ്പോ ആരൊക്കെയോ ആണെന്ന് തോന്നൽ. നേരാ, എനിക്കും ഏതാണ്ടൊക്കെ തോന്നി തുടങ്ങി. എന്റെ മനസ്സിലിപ്പോ എയർ ഹോസ്റ്റസും മോഡേൺ ലൈഫും ഒന്നുമില്ല. ഒന്നിച്ചൊരു ജീവിതം മാത്രം. അനുപമ, ഐ ലവ് യു. ഞാൻ പോണു. ഓക്കേ, ബൈ. ബൈ. ഇനി ഒരു യുഗ്മഗാനം. നല്ല ശേല് തന്നെ. വിജി, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? എനിക്ക് കേൾക്കണമെന്നില്ല. എന്താ വിജി? ഞാൻ അപരാധിയാ. അപരാധിയാണെന്ന് എനിക്കറിയാം. അയ്യോ, ഞാൻ നിരപരാധിയാന്നാ പറഞ്ഞത്. വെക്കില് നേരം വിഴുങ്ങിപ്പോയതാ. എന്നെ വിശ്വസിക്കണം. എനിക്കും ആ പെണ്ണുമായിട്ട് ഒരു ബന്ധവുമില്ല. നടക്കെന്താ വേണ്ടത്? എല്ലാം ഞാൻ പറഞ്ഞു. എനിക്ക് എന്റെ ഭാര്യയും കുഞ്ഞും ഇല്ലാതെ ഞാൻ പോവില്ല. അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. മറ്റൊരുത്തേയും കൊണ്ട് പുന്നാരിച്ച് നടക്കുമ്പോൾ നിനക്ക് ഓർമ്മയുണ്ടായിരുന്നടാ ഈ ഭാര്യയും കുഞ്ഞിനെയും കുറിച്ച്? അച്ഛനെയല്ലോ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാണ്ട് വക്കീലിനെ കണ്ട് ഡൈവേഴ്സ് പേപ്പേഴ്സ് ഫോർവേഡ് ചെയ്യൂ. പോടാ വെളിയിലെ. അച്ഛാ, പോകാനാ പറഞ്ഞത്? എന്റെ നിന്നോടാ പോകാൻ പറഞ്ഞത്. കാശ് കൊടുത്ത നിന്നേക്കാൾ നല്ലൊരു ബന്ധത്തിന്റെ മോക്കുണ്ടാക്കാൻ എനിക്ക് കഴിയും. എന്നാലും എന്നാ സംശയാ മോളെ ഇത്? ഈ മുഖത്തല്ലാതെ വേറൊരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ നോക്കുകയല്ല. സോറി, അന്ന് ഞാനങ്ങ് ശരിക്കും വിശ്വസിച്ചു പോയി. എങ്കിലാ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കേ. ലാണ്ട് ഇങ്ങാട് ഓർമ്മ തന്നെ. അപ്പുറത്ത് എല്ലാരും മനസ്സമ്മതം ഉറപ്പിക്കാൻ കാത്തിരിക്കുക. നമ്മുടെ സണ്ണിച്ചന്റെ ചായയുള്ള ആ കാലപാടലിൽ ഇദ്ദേഹം കണ്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കത്തില്ലായിരുന്നു. അവനിട്ട് ശരിക്കും ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. കയ്യും കാലും ഒക്കെ എടുത്ത് സാറ് എന്നാ ഇടിയായിരുന്നു അറിയാമോ? അത് തനിക്ക് എങ്ങനെ അറിയാം? അത് പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടേ. എന്തൊക്കെയായാലും ചേരേണ്ടവർ തമ്മിലേ ചേരൂന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പോ വരുന്ന ഞായറാഴ്ച മനസ്സമ്മതം നടത്താം. 10-ാം തീയതി കല്യാണം. ഞങ്ങള് റെഡി. ആ തെമ്മാടി ചന്ദ്രസേനൻ കാരണ തന്റെ ലൈഫ് ക്ലിയർ ആയത്. ഹലോ, പറഞ്ഞ് നാവെടുത്തേ ഉള്ളൂ. ആരാ? ചന്ദ്രസേന, ചന്ദ്രസേവിയർ ഫ്രണ്ടാ. കാറ്റും കോളും ഒക്കെ പോയടാവേ. എന്റെ മനസ്സമ്മതം ഫിക്സ് ചെയ്തോണ്ടിരിക്കുക. വാവ്,
കൺഗ്രാചുലേഷൻസ്. പിന്നെ എന്നോട് മേനോമടത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക അനുപമയുടെ കാര്യത്തിന്. അപ്പൊ തിരിച്ചു ഒരു കൺഗ്രാചുലേഷൻസ് ഉണ്ട് കേട്ടോ. വിട്ടുകളയണ്ട. പക്ഷെ ഞാൻ പോണത് കല്യാണം ആലോചിക്കാനൊന്നുമല്ലല്ലോ. ചെയ്ത ദ്രോഹത്തിന് അവൾക്കിട്ടൊരു കൊട്ടു കൊടുത്തില്ലേ, പിന്നെ ഞാൻ ഈ മീശയും പിരിച്ചേർന്നിട്ട് എന്താണ് കാര്യം? നാട്ടിൽ ഒരുപാട് തിരക്കുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്ന് അറിഞ്ഞാൽ തിരക്കേടില്ലായിരുന്നു. ഹലോ, പറയണം. ഞാൻ മുത്തശ്ശനോട് പറഞ്ഞു, ഇനി എനിക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയില്ല എന്ന്. ആ, നന്നായി. ആദ്യം എതിർത്തെങ്കിലും മുത്തശ്ശൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചു. ആ, അത് വളരെ നന്നായി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഐ എം സോ ഹാപ്പി. എന്നാലേ മോൾ അത്രയ്ക്ക് ഇങ്ങനെ ഹാപ്പി ആവണ്ട. ഈ ഉലകം മുഴുവൻ സ്വന്തം ഉള്ളം കയ്യിലാണെന്ന് അഹങ്കരിച്ച അതിസാമർത്ഥ്യക്കാരിയായ അനുപമയും ഞാനും തമ്മിലുള്ള കല്യാണം എനിക്ക് സൗകര്യമില്ല. സേനൻ? അതെ, സേനൻ തന്നെ. നീ വേറെ ആളെ നോക്ക്. എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് സേനൻ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നുണ പറയരുത്. നോണ പറയുന്ന ശീലം എനിക്കില്ല, പക്ഷെ നിനക്കുണ്ട്. നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിയില്ല. നല്ലോണം അറിയാം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് ആരുടെയും ജീവിതം നശിപ്പിക്കാൻ മടിയും മനസാക്ഷിയും ഇല്ലാത്ത ഒരു യക്ഷി. ഇനി ഈ കാര്യം പറഞ്ഞ് മേലിൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. മിസ്റ്റർ ചന്ദ്രസേനൻ, എന്നെ തോൽപ്പിച്ചൊന്നും കരുതണ്ട. ഞാനല്ലാതെ ഒരു ലൈഫ് പാർട്ട്ണർ നിങ്ങൾക്കുണ്ടാവില്ല. നോക്കിക്കോ. നമുക്ക് കാണാം. ആ പൂതിങ്ങ മനസ്സിൽ വെച്ചേക്ക് മോളെ. നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്തു പറ്റും മോളെ? ഏയ്, പേടിക്കാനൊന്നുമില്ല. പട്ടി പുല്ല് നിന്നാലും ഇതുപോലൊക്കെ ഉണ്ടാവും. ആയുർവേദത്തിൽ ഒരു ഒറ്റമൂലിയുണ്ട്. ദശമൂലാരിഷ്ടവും ജീരകാരിഷ്ടവും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ. മിക്സ് ചെയ്യണ്ട, ആ അസുഖം ഞാൻ കണ്ടുപിടിച്ചു. ഓ, ഇത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഞാനും കണ്ടുപിടിച്ചു. എന്താ? ഗ്യാസ്. ഗ്യാസ്? എന്താടി അവൾക്ക് ഗർഭം. ഗർഭം? നിന്റെ അമ്മയ്ക്ക് കേട്ടാ? എക്സ്റേ എടുത്തിരുന്നെങ്കിൽ ആണാണോ പെണ്ണാണോ എന്ന് അറിയായിരുന്നു. അവളോട് ഇപ്പൊ തന്നെ 2 വാക്ക് പറഞ്ഞിട്ട് എന്റെ കാര്യം. വാടാ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എടി ഒരുമ്പിട്ടോളെ, നീ കുടുംബത്തിന്റെ മാനം കളഞ്ഞല്ലോടി. നീ ഞങ്ങളെ കൊലയ്ക്ക് കൊടുത്തില്ലേ? നിന്ന് മോങ്ങാതെ ആളാരാണെന്ന് പറ. അതവള് പറഞ്ഞല്ലേ, ആ ചന്ദ്രസേനൻ. അല്ലാതാരാ? ഇട്ട് മൂടാൻ സ്വത്തുണ്ടായിട്ട് എന്താ കാര്യം? അഭിമാനം പോയില്ലേ? സ്വത്തും പണം ഒന്നും എനിക്ക് വേണ്ട. അതൊക്കെ നിങ്ങൾ പങ്കിട്ടെടുത്തോളൂ. എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നാ മതി. മോളെ, നിന്നെ ഞങ്ങളെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഞങ്ങൾ എപ്പോഴും മോളുടെ കൂടെ നിൽക്കും. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ഒരച്ഛൻ വേണം. സേനന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കണം. അവനെ കൊന്നിട്ടായാലും നിന്നെ കൊണ്ട് കെട്ടി. ശവത്തിന് ആരെങ്കിലും കെട്ടുവോ? ചേട്ടാ, കല്യാണത്തിന് മുമ്പ് നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ടാക്കണം. അത് വേണം. കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന എഗ്രിമെന്റ് ആണോ? നിനക്ക് വിവരമില്ലേ? ഇത് സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യമാ. എന്തായാലും മേനോമ്പടത്തിൽ തന്തയില്ലാത്ത കുഞ്ഞ് ജനിക്കാൻ പാടില്ല. നമുക്കവനെ ഇന്ന് തന്നെ കാണണം. എന്നാ അറിയാൻ ചേട്ടത്തി, ഇട്ടിച്ചായം വന്നില്ലായോ? പള്ളിയിലെത്തും. എന്നതാടാ ഇത്? നീ ഇതുവരെ ഒരുങ്ങിയില്ലയോ? ആളുകളൊക്കെ എത്തി തുടങ്ങി. ആണ്ടെ അമ്മച്ചി, കടുപ്പത്തിലൊരു ചായയും കൊണ്ട്. ഇപ്പൊ തരാവേ. നമസ്കാരം. ഓ, നീ ഇതിനിടയ്ക്ക് എവിടെ പോയിരുന്നു? ആശുപത്രിയില്. എന്താ, സുഖമില്ലേ? മൂത്രത്തിക്കല്ല. എന്താ പുതുമണവാളിന്റെ മുഖത്തൊരു പരിഭ്രമം? ആഹാ, അപ്പോഴേക്കും നീ ഡ്രസ് മാറിയോ? ഇതാ ചായ. ഞാൻ ചായ കുടിക്കാറില്ല. ഇപ്പഴല്ലേടാ നീ ചോദിച്ചേ. ദിവസം 10 ചായെങ്കിലും കുടിക്കുന്ന ചെറുക്കനാ. ഇതാ പിടിക്കേ. എന്നത്തിനാടാ കണ്ണടാ? പവർ ഗ്ലാസ്സാ. ഓ, ഇത് വെച്ചിട്ട് വലിയ പവർ ഒന്നുമില്ല. ചെറുക്കൻ പൊട്ടക്കണ്ണനാണെന്ന് വല്ലവരും വിചാരിക്കും. ചെല്ല് ചെല്ല്. വേഗം വാ.
ആരും കാണണ്ട. എന്നെ കണ്ടപ്പോ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളത്. അതുണ്ടാവും. നമ്മള് മുരട്ടകൾ ഉണ്ടെന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. മുരട്ടകളാ? ഇരട്ടാന്ന് പറഞ്ഞ 2, മുരട്ടാന്ന് പറഞ്ഞ 3. അല്ല, നിനക്കെന്തൊരു വല്ലായ്മ? എന്നാ പറ്റി? ഇത് കണ്ടോ, മകളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തണമെന്നും പറഞ്ഞ് അമ്മായിച്ചൻ എനിക്ക് അയച്ച ഡൈവേഴ്സ് നോട്ടീസാ. എനിക്ക് എന്റെ ഭാര്യയെ കുഞ്ഞിനെയും പിരിഞ്ഞിരിക്കാൻ വയ്യ. ഡോക്ടർ എന്നാത്തിനാ വിഷമിക്കുന്നേ? ആ അനുപമ വന്ന് ഡോക്ടറെ പെണ്ണുമ്പള്ളിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എല്ലാം ശരിയാവത്തില്ലയോ? അതിന് ഞാൻ ചന്ദ്രസേന്റെ വേഷത്തിൽ അങ്ങാടൊന്ന് പോകേണ്ടി വരും. എങ്കിൽ ഞാനും വരാം. പ്ലീസ്, അനുപമ എനിക്കും ഒന്ന് കാണണം. അത് ഇന്ന് നടക്കുകയല്ല, 3 മണിക്ക് എന്റെ മനസ്സമ്മതമാ. അത് 3 മണിക്കല്ലേ? കേസ് നാളെ കാലത്ത് കോടതിയിലെത്തും. അതിനു മുമ്പ് എനിക്ക് വേണ്ടി എവിടത്തെ കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തോളാം. അതിന് ഡോക്ടർക്ക് വിക്കില്ലേ? സംസാരിക്കാതിരുന്ന വിക്കില്ല. ഞാൻ പോയിട്ട് വരുന്നവരെ മിണ്ടാതിരുന്ന് അഡ്ജസ്റ്റ് ചെയ്തോളണം. അനുപമയോടെ? അവളെ എന്തിനാ വിളിക്കണേ? ആദ്യം നമുക്ക് കാര്യം സംസാരിക്കാം. എന്ത് സംസാരിക്കാനാ? അവിടെ ചെല്ലുക, അവളെ അവിടെ നിർത്തുക. അവൾ എതിർത്താലോ? എതിർത്താൽ അവര് മേനോൻ മഠത്തിന്റെ തനി സ്വഭാവം അറിയും. ഇതെല്ലാരും കൂടി എങ്ങോട്ടേക്കുള്ള യാത്രയില്ല. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാതിരിക്കുന്നു. എന്നാ മനസ്സമ്മതത്തിനോ? മനസ്സമ്മതോ? ആരുടെ? അല്ല, അത് എന്റെ ഒരു ഫ്രണ്ടിന്റെയാ. എന്നോട് ക്ഷമിക്കണം. എനിക്ക് കൊച്ചിനോട് പേഴ്സണൽ ആയിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കൊച്ചിൻ കടന്നു വന്നേ. നിങ്ങൾ കാരണം ഡോക്ടർ ആകെ പ്രശ്നത്തില. അയാളുടെ കെട്ടിയോള് വിവാഹബന്ധം വേർപെടുത്താണോ നോട്ടീസ് അയച്ചിരിക്കുക. അതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ആ പാവം. ആദ്യം നമ്മുടെ പ്രശ്നം തീരട്ടെ. അതിന് നമ്മൾ തമ്മിൽ എന്നാ പ്രശ്നമുള്ളത്? ഞാനോട് പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്കിതിനെ വലിയ ഇഷ്ടമാണെന്ന്. ഇതൊന്ന് സോൾവ് ചെയ്യും. എനിക്ക് ഉടനെ പോണം, അല്ലെങ്കിൽ പിന്നെ എന്റെ കാര്യം ആകെ പ്രശ്നത്തിലാവുകയെ. അപ്പൊ എന്നോട് ഇന്നലെ ദേഷ്യപ്പെട്ടതോ? ദേഷ്യപ്പെട്ടെന്നോ? ഞാനോ? ഓ, അതപ്പത്തൊരു ചൂടിനങ്ങ് പറഞ്ഞു പോയതാ. മോളെ ക്ഷമിച്ചു കളാ. എന്നോടും? അപ്പൊ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ കാര്യം, അല്ലെങ്കിൽ ആ പാവത്തിന്റെ ഡൈവേഴ്സ്. എന്താ തന്റെ ഉദ്ദേശം? ഇല്ലാണ്ട് ഡോക്ടർക്ക് ചെറിയൊരു പ്രോബ്ലം. ഇത് ചെറിയ പ്രോബ്ലം അല്ല, വലിയ പ്രോബ്ലമാ. ഇവള് ഗർഭിണിയാണ്. ആണോ? കൺഗ്രാചുലേഷൻസ്. കർത്താവേ, ഗർഭോ? അതെ, താനിവളെ കെട്ടണം. അയ്യോ, ഞാനോ? താ കെട്ടിയില്ലെങ്കിൽ പിടിച്ചു നിർത്തി കെട്ടിക്കാൻ ഞങ്ങൾക്കറിയാം. പിടിച്ചു കെട്ടടാ ഇവനെ. കെട്ടണ്ട, ഞാൻ കെട്ടിക്കോളാം. എന്നാ പെട്ടെന്ന് കെട്ടണം. അല്ല, അത് അത്ര പെട്ടെന്ന് നോക്കുകയല്ല. എനിക്ക് അമ്മച്ചിയോട് ചോദിക്കണം. അമ്മച്ചിയോട് ചോദിച്ചിട്ടാണോ നീ ഇവളെ? അയ്യോ, അത് ഞാനല്ല. എന്നാ പോവാ. അനുപമേ, എങ്കിൽ ഞാനൊരു സത്യം തുറന്നു പറഞ്ഞേക്കാം. ഇത്രയും ഒപ്പിച്ചിട്ട് ഇനി ഒന്നും പറയണ്ട. പറയും. ഇപ്പൊ രജിസ്റ്റർമാരെ നടത്താൻ ഒക്കുകയല്ല. ഈ എന്റെ അപ്പച്ചൻ മരിക്കാൻ കിടക്കുമ്പോ അമ്മച്ചി ഒരു നേർച്ച നടന്നായിരുന്നു. എന്റെ കെട്ട് പള്ളിയിൽ, കുടുംബ പള്ളിയിൽ, കുടുംബ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയേക്കാമെന്ന്. എന്നാ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് കല്യാണം നടത്താം. വണ്ടിക്കാര്. അത് പിന്നെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് നാട്ടുകാരെയൊക്കെ വിളിക്കാതെ എങ്ങനെ? ഈ പാവം പെട്ടിട്ട് ജീവിതം നശിപ്പിച്ചിട്ട് രക്ഷപ്പെടാനാണ് പാവമെങ്കിൽ കൊന്നുകളയാലും ഞങ്ങൾ മടിക്കില്ല. മര്യാദക്ക് ഇന്ന് തന്നെ ഉള്ള കഴുത്തിൽ താലി കെട്ടണം. അത് ഞാനും. ഈ കുടുംബത്തിന്റെ മാനം നീ രക്ഷിക്കണം മോനെ. ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച് ഞങ്ങളുടെ സൽപ്പേര് നീ കളയരുത്. മേനോമഠത്തിന്റെ മാനം നഷ്ടപ്പെട്ട ഞാനും എന്റെ കൊച്ചുമോളും പിന്നെ ജീവിച്ചിരിക്കില്ല. എന്താ നോക്കി നിൽക്കുന്ന കേരള വണ്ടിയിലെ? എന്നോട് കൂടിയാ പറഞ്ഞത്. വാ ഇവിടെ. കർത്താവേ, എന്റെ മനസ്സമ്മതം. വീട് കൊള്ളാലോ. ഒന്നുമില്ല, വാ. എന്റെ മിശിഹായേ, അമ്മയല്ലേ? ഇല്ലാണ്ട് അമ്മച്ചി. വേറെ ഒരു നിവൃത്തിയില്ലാത്ത കൊണ്ടാട്ടോ അമ്മച്ചി. അമ്മച്ചി ക്ഷമിക്കണം. മക്കളോട് ക്ഷമിക്കാനല്ലാതെ ഒരമ്മയ്ക്ക് വേറെ എന്താ കഴിയാ? വരൂ, എല്ലാരും അകത്തേക്ക് വരൂ. നിങ്ങൾ ഇരിക്കും, ഞാൻ അങ്ങടന്ന് പോയിട്ട്. എന്നാ പിടിയാത്. കല്യാണം ഇന്ന് തന്നെ നടത്തണമെന്നാ ഞങ്ങളുടെ ഉദ്ദേശം. എന്താ എടാ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ? ഇത് ശരിയാവില്ല.
എന്ത് കല്യാണത്തിന് മുമ്പ് പെണ്ണിനെ കൊണ്ട് ചെറുക്കന്റെ വീട്ടിൽ വേണത് എവിടുത്തെ നാട്ടുകിടപ്പാ? കല്യാണത്തിന് മുമ്പ് പെണ്ണിനെ പിഴപ്പിക്കാന്ന് പറഞ്ഞാൽ എവിടുത്തെ നാട്ടെടുപ്പാ? അതിന് ഉത്തരവാദി സേനല്ല. അത് എനിക്കെന്നറിയാം. അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് സേന. പറഞ്ഞ ഉമ്മ തല്ലുകൊള്ളും, പറഞ്ഞില്ലേ ബാപ്പാനെ പട്ടി കടിക്കും. ആരായി ഉമ്മ, ആരായി വാപ്പ? കുടുംബക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്താൻ ഭാരതീയമ്മ നേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞ സേന ഞങ്ങളെ കൊണ്ടുവന്നു. ഞാൻ അങ്ങനെ നേർന്നത് നീ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലേ? നിന്റെ ആഗ്രഹം അതാണെങ്കിൽ നടന്നോട്ടെ. ഇവന്റെ കാര്യം എല്ലാം ഇങ്ങനെയാ, ഒന്നിനും ഒരു നേരും നിറയില്ല. കുറച്ചു മുമ്പേ ആരുടെയോ മനസ്സമ്മതത്തിന് പോണോന്നും പറഞ്ഞ് ഇറങ്ങിയവനാ പെണ്ണിനെ കൊണ്ടുവന്ന് നിൽക്കുന്നത്. അത് നേരാ, മനസ്സമ്മതം 3 മണിക്കാ. ഞാൻ ചെന്നില്ലേ നടക്കുകയല്ല. പിന്നെ ഈ കല്യാണം നമുക്ക് എപ്പോ വേണേ നടത്താം, സമയമുണ്ടല്ലോ. പോരെ പോരാ പോരാ. നീ എന്താ ഈ പറയണത്? നീ അല്ലേ ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നത്? അമ്മച്ചി ഞാനും ഒന്നും പറയണ്ട, ഞാൻ സമ്മതിക്കുകയല്ല. നീ ഗോവ വെച്ച് നശിപ്പിച്ച പെണ്ണാ ഇവിടെ വന്ന് നിൽക്കുന്നത്. അവളെ ഇനിയും മടക്കി അയക്കുകയാണെങ്കിൽ എന്റെ ശവം നീ കാണേണ്ടി വരും. എന്നതാണോ കോവയോ? ഇനി രക്ഷയില്ല. ശങ്കരനുണ്ണി, നീ പോയി താലിയും മാലയും വാങ്ങിട്ട് വാ. ഞാനും വരാം. എനിക്കൊരു കൊന്തയും കുരിശും വാങ്ങണം. എന്തിന്? അല്ല അത് പിന്നെ എനിക്കൊരു ഷർട്ടും കൊണ്ടും വാങ്ങണം. അങ്ങനെയാണ് ഇവന്റെ കൂടെ ശങ്കരനുണ്ണി പോകണ്ട, മോഹനകൃഷ്ണൻ പോയാ മതി. അല്ല അവന്റെ കൂടെ ആയിരുന്നു എനിക്ക് ആ വഴി പള്ളിയിലൊന്ന് കയറായിരുന്നു. വേണ്ട, നിങ്ങൾ ഒരുമിച്ച് പോയാ മതി. ഒരുക്കങ്ങളൊക്കെ ആയിക്കോട്ടെ. ഒരുക്കങ്ങളൊക്കെ ആയിക്കോട്ടെ. പള്ളിയിലച്ചനും കപ്പിയാരും ബാൻഡ് സെറ്റും ഊത്തും ശിങ്കാരിമേളവും. നോ നോ നോ, എന്തിനെത്ര നേരത്തെ ഒരുങ്ങുന്നേ? എല്ലാരും ഒന്ന് എത്തിക്കോട്ടെ. എല്ലാരും എത്തി, പക്ഷെ മനസ്സമ്മതത്തിന് മസ്റ്റായിട്ടുള്ള ആളെത്തിയിട്ടില്ല. അതാരാ? താനെന്തോന്നാ ഇടയ്ക്കിടയ്ക്ക് വേഷം മാറി പുറത്തു പോകുന്നത്? ഓടാ, എനിക്ക് മുറി കയറി എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് നിക്കുന്നേ. എന്നതാ ഇത്? ടെൻഷൻ മൂത്തുവിന് വിൽക്കും തുടങ്ങിയോ? പോയ കാര്യം എന്തായി? അനുപമ സമ്മതിച്ചോ? എന്ത് സമ്മതിച്ചോന്ന്? ആ ഡോക്ടറെ കൂടെ കൂടി തനിക്ക് വിൽക്കു തുടങ്ങിയോ? ഞാൻ ചന്ദ്രസേന. ഞാൻ കരുതി സണ്ണി ആയിരിക്കും. അപ്പൊ സണ്ണി എവിടെ? സണ്ണി തന്റെ വേഷത്തില് അനുപമയുടെ വീട്ടിൽ പോയിരിക്കുക. അത് ഞാൻ കാല് പിടിച്ചു പറഞ്ഞിട്ടും എന്റെ ഭാര്യ വിശ്വസിക്കുന്നില്ല. ഇനി അനുപമ പറഞ്ഞാലേ അവളുടെ തെറ്റിദ്ധാരണ മാറും. അതൊന്നും നടക്കണ കാര്യമല്ല. അവള് പറയില്ല. പറഞ്ഞില്ലെങ്കിൽ എന്റെ കുടുംബം പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിനൊരു വഴിയുണ്ട്. കുറച്ച് തന്റെ ഇടം ഉണ്ടായാൽ മതി. ഞാൻ തന്റെ ഭാര്യ ഒന്ന് കാണട്ടെ. എന്തിനാണാവോ വീണ്ടും ഇങ്ങോട്ട് വന്നത്? എന്റെ കുഞ്ഞു അതിന്റെ തള്ള ഇവിടെ ഉള്ളതുകൊണ്ട്. വക്കീൽ നോട്ടീസ് കിട്ടിയില്ലേ? ഇങ്ങനെ ഒരു ബന്ധം തുടരാൻ അവർക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ ഈ ബന്ധം തുടർന്നുകൊണ്ട് പോകാൻ എനിക്കും താല്പര്യമില്ല. വിളിച്ചോണ്ട് പോകാനാ വന്നത്. പിന്നെ ഈ വക വക്കീൽ നോട്ടീസ് ഒക്കെ കാണിച്ച പാവൻ ഡോക്ടർ. അല്ലല്ല, അതായത് എന്നെ വരട്ടാൻ നോക്കരുതെന്ന്. എവിടെ അവള്? വിജയ്. അവള് വരില്ലെന്ന് പറഞ്ഞില്ലേ? അത് തീരുമാനിക്കേണ്ട അമ്മായിച്ചനല്ല വിജയ്. ഓടാ. ഇത് എവിടെ പോയി കിടക്കണത്? വിജയ് ഇവിടെ നിന്ന് കുറയ്ക്കണ്ട. കുറയ്ക്കണ്ടെന്നോ? അത് നിന്റെ അച്ഛനോട് പോയി പറ. ആരുടെ പിൻബലത്തിലാ ഇത്രയും ധൈര്യം കിട്ടിയത്? അതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. നീ ഇപ്പൊ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? ഇല്ല, നിങ്ങളെ പോലെ ഒരു ആഭാസന്റെ കൂടെ കഴിയാൻ ഞാനില്ല. അവള് പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടാ. ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യയും കുഞ്ഞും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ വിളിക്കുമ്പോ പുറകെ വരുന്ന വാലാട്ടിപ്പറ്റി അല്ല ഞാൻ. സോറി കുട്ടി. പോയി കുഞ്ഞിനെടുത്തോണ്ട് വാടി. അതെ, കിട്ടേണ്ടത് കിട്ടിയപ്പോ മോളോട് നോട്ടം കണ്ടില്ലേ? ഇങ്ങനെ പേടിച്ചാലെങ്ങനെ? പ്രായത്തിൽ മൂത്ത ആൾക്കാർ ആരെങ്കിലും തല്ലു? എന്റെ വിക്കൊക്കെ പോയോ? എന്റെ വിക്കൊക്കെ പോയിട്ടില്ല. ഇനി താൻ എന്റെ വീട്ടു പഠിക്ക വന്ന എന്തെങ്കിലും കിരുത്തരം കാണിച്ച ആട്ടിച്ച തന്റെ മുട്ടുകാലിയം തല്ലി ഓടിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പെട്ടത്തലേ.